വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ ടിപ്സ് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഹെയർ ടിപ്സ് പറയാനൊന്നുമില്ല കേട്ടോ. അതായത് പണ്ട് കാലത്താണ്, പണ്ട് കാലത്തല്ല, ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ടൈമിലൊക്കെയാണ് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ഹെയർ ടിപ്സും അല്ലെങ്കിൽ ഹെയർ കെയറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് കൂടെ അമ്മയുണ്ടല്ലോ. സോ അമ്മയാണ് എനിക്ക് ആക്ച്വലി തലയിൽ എണ്ണ തേച്ച് തന്നതാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ തലയിലത്തെ ഓരോ ഹെയർ ട്രീറ്റ്മെൻറ്റ്സും അമ്മയാണ് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എണ്ണ തേച്ച് നന്നായി പിടിപ്പിച്ച് ഷാമ്പൂ ഒക്കെ ചെയ്ത് കഴുകി, പിന്നെ താളിയിട്ട് കഴുകി തന്ന് ആഴ്ചയിൽ 2 ടൈംസ് എനിക്ക് എന്തായാലും അമ്മ തലയിൽ എണ്ണ തേച്ച് നല്ല വൃത്തിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അധികം മുടിയൊന്നും അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. കട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ വീട്ടിലൊരാളായിരിക്കും കട്ട് ചെയ്യുന്നത്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് ഇതുവരെയായിട്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് മുടി കട്ട് ചെയ്യാനായിട്ട് നിന്ന് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാനൊന്നും ആഗ്രഹത്തോടു കൂടി പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് പണ്ട് നല്ല മുടി ഉണ്ടായിരുന്നു, പൊക്കി പറയുന്നതല്ല, സീരിയസ്ലി എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. ഇപ്പം ഇത് കുറച്ചൊക്കെ ഉള്ളൂ. ഇപ്പം ഉള്ളത് ഞാൻ പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത്രയൊന്നും ഇല്ല. ഇത് ഷാമ്പൂ ഒക്കെ ഇട്ട് എൻ്റെ മുടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഹെയർ കെയർ എന്ന് പറയുന്നത് നമ്മൾ മുടിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതായത് ആഴ്ചയിൽ 2 ടൈംസ് എങ്കിലും നല്ല വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് മുടിനെ മസാജ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് മുടി നന്നായിട്ട് വളരും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മുടെ ഹെയറിന് ഏതാണോ അനുയോജ്യമായിട്ടുള്ളൊരു ഷാമ്പൂ കിട്ടുന്നത്, അപ്പം ആ ഒരു ഷാമ്പൂ ഇട്ട് വൃത്തിയായിട്ട് നമ്മുടെ മുടിന് കഴുകിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേര ജെൽ യൂസ് ചെയ്യാം. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതൊക്കെ കേട്ട് ഇതായതാണ്. ഞാൻ താളിയൊക്കെയാണ്, ചെമ്പരത്തിയുടെ ഇല നന്നായിട്ട് നമ്മളത് ഇങ്ങനെ തേച്ച് കല്ലിങ്ങനെ ഒഴിച്ച് അതിൻ്റെ നീരെടുത്ത് തലയിൽ തേച്ച് അങ്ങനെ നമ്മൾ കുളത്തിലൊക്കെ പോയി നല്ല മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒലമ്പി കഴുകുക എന്നൊക്കെ പറയില്ലേ, പാലക്കാട് വരെ അങ്ങനെയൊക്കെ പറയും കേട്ടോ. നല്ലോണം ഇങ്ങനെ മുടിയിലിട്ട് ഇങ്ങനെ എന്താണ് കുളത്തിലൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ആ ഒരു നമ്മൾ ഇലയൊക്കെ ഇതായി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സാധനങ്ങളൊക്കെ നമ്മുടെ തലയിൽ നിന്ന് പോവും. അങ്ങനെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കുളത്തിലൊക്കെ പോയി കുളിച്ച് ശീലമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ആൻഡ് ഇടയ്ക്കൊക്കെ നമുക്ക് റൈസ് വാട്ടർ, ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന റൈസ് വാട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ റെഡിമെയ്ഡ് കിട്ടുന്ന റൈസ് വാട്ടർ അല്ല കേട്ടോ. റൈസ് വാട്ടറിൻ്റെ കുറേ പ്രോഡക്ട്സ് നമ്മുടെ അവൈലബിൾ ആണ്. സോ അതൊക്കെ എനിക്ക് എത്രത്തോളം ഓക്കെ ആണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ ചോറ് വെച്ചിട്ടുള്ള ആ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് നല്ലോണം തണുപ്പിച്ച്, അതായത് ഇന്ന് വെച്ച ചോറിൻ്റെ കഞ്ഞിൻ്റെ വെള്ളം നാളെ, ആ വെള്ളം നാളത്തേക്ക് എടുത്തു വെച്ച് നാളെ രാവിലെ അതുകൊണ്ട് മുടി കഴുകുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു പരിപാടി എന്ന് പറയുന്നത്. പിന്നെ കഞ്ഞുണ്ണി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനൊരു സാധനം ഉണ്ട് കേട്ടോ. അതിപ്പോൾ റെയറായിട്ടാണ് കാണുന്നത്, പാടത്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പം അത് ഇപ്പോൾ റെയറായിട്ടാണ് കേട്ടോ കാണുന്നത്. പാടത്ത് പോലും ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വംശനാശം സംഭവിച്ചിട്ടുണ്ടോ, പക്ഷെ പലവിടെയും കിട്ടിയിട്ടുള്ളതായിട്ടും കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നന്നായിട്ട് അരച്ച് മുടിയിൽ തേച്ച് പിടിപ്പിച്ച് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക, ബെറ്റർ ആയിട്ടുള്ള മുടി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. സോ ഇതൊക്കെയാണ് എൻ്റെ ഹെയർ ടിപ്സ് എന്ന് പറയുന്നത്. നന്നായിട്ട് മുടിനെ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ആ മുടിനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നമുക്ക് സമയമില്ല എന്നുള്ളതിൻ്റെയൊക്കെ ഒരേ ഒരു റീസണാണ് ഇപ്പം മുടിയിൽ വന്നിരിക്കുന്ന താരനും ഓക്കെ. ഞാനിപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുടിയിൽ നല്ല താരനുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാതെ നമ്മൾ ഡാൻഡ്രഫ് നല്ലോണം വന്നിട്ടുണ്ട് മുടിയിൽ. സോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാനിപ്പം. ഏകദേശം കഴിയാറായി. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് നല്ല ഒരു പകുതി മുക്കാലോളം കുറഞ്ഞിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ പോയിട്ടുണ്ടായിരുന്നതും ഒരു ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറയാം, ഈ കെയർ സെൻറ്ററിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഇനിയിപ്പം മുടി ശ്രദ്ധിക്കണം എന്നുള്ളൊരിതുണ്ട്. പിന്നെ നന്നായിട്ട് മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പ്രഗ്നൻസി കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മുടി കൊഴിച്ചിൽ ഒരു ആസ് യൂഷ്വൽ സംഭവമാണ്. എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല, പക്ഷേ എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. പക്ഷേ
ഞാൻ എന്താ പറയുക, ഷാമ്പൂ ഇട്ട് പതിപ്പിച്ചൊക്കെ ഇങ്ങനെ നിർത്തുന്ന സമയത്ത് എനിക്ക് നല്ല മുടിയുള്ളതായിട്ട് തോന്നുന്നതാണ്. ആക്ച്വലി എനിക്ക് അത്ര കട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ മുടി വേണം, അല്ലെങ്കിൽ മുടി നല്ല ഇതായിട്ട് നല്ല കട്ടിയിൽ നിൽക്കണം എന്നുള്ളവരൊക്കെ നന്നായിട്ട് മുടിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്നായിട്ട് കെയർ ചെയ്യുക, നന്നായിട്ട് നമ്മൾ കൊടുക്കേണ്ട പ്രൊഡക്ട്സ് നമ്മളുടെ ശരീരത്തിലേക്ക് എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ ശരീരത്തിൽ പോകുന്നതും നമ്മൾക്ക് മുടിൻ്റെ ഒരു ഫാക്റ്റാണ്. ഒമേഗ 3 ഇത് കുറഞ്ഞാലും ഒക്കെ നമുക്ക് താരനും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കാൽഷ്യം ഒക്കെ നമുക്ക് നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, അതുപോലെ നല്ല വെള്ളം കുടിക്കുക, കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ. നമ്മൾ തലയൊന്ന് കൂളായിട്ട് വയ്ക്കുക. പിന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. അതെനിക്കറിയാം കുറയ്ക്കാൻ പറ്റില്ല, നമ്മൾ തന്നെ വിചാരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് വിചാരിക്കണം നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ കുറയാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊക്കെ കുറയ്ക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നമ്മളൊരു എന്താ പറയുക, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. എനിക്കിപ്പോൾ ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് പാട്ട് കേൾക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടമുള്ള കാര്യം, അല്ലെങ്കിൽ നല്ലൊരു സിനിമ കാണുക എന്നുള്ളതാണ് എനിക്കുള്ള ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പം അതിൻ്റെ പിന്നാലെ പോവുക. അപ്പം നല്ല പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം തനിയെ നമുക്ക് മുടിയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ ഇത് പാരമ്പര്യമായിട്ടും ഉള്ള ഒരു കാര്യമാണ് മുടി എന്ന് പറയുന്നത്, അതിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പാരമ്പര്യമായിട്ട് നമുക്ക് നമ്മുടെ ഫാമിലി മീൻസ് എൻ്റെ അമ്മയ്ക്കാണെങ്കിലും അമ്മയുടെ അനിയത്തിക്കാണെങ്കിലും അമ്മയുടെ ചേച്ചിക്കാണെന്നുണ്ടെങ്കിലും നല്ല മുടി ഉണ്ടായിരുന്നു. അതായിരിക്കും മേ ബി എനിക്ക് കിട്ടിയിരിക്കുന്നത്. മീൻസ് ചേച്ചിയുടെ മകൾക്കും അമ്മയുടെ ചേച്ചിയുടെ മകൾക്കും നല്ല മുടി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പാരമ്പര്യം അങ്ങനെ വരികയും ചെയ്യും. പക്ഷെ ഇപ്പം എനിക്ക് നല്ല മുടി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ്, എനിക്ക് ശ്രദ്ധിക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. മീൻസ് എൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പലരും എന്നെ ഇഷ്ടപ്പെടുന്നതും. എൻ്റെ കല്യാണം കഴിഞ്ഞത് പോലും എൻ്റെ മുടി ഇഷ്ടപ്പെട്ടത് കൊണ്ട് ആണ്. ഒരു ഫാക്ട് എന്ന് പറയുന്നത് എൻ്റെ മുടി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മുടിനെ കെയർ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്താൽ നല്ല മുടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്നുള്ളതൊക്കെ ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ.